നമുക്ക് വരുന്ന ഭൂരിഭാഗം എൻക്വയറീസും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് നല്ലപോലെ ഇംഗ്ലീഷ് അറിയാം, അപ്പോൾ എനിക്ക് IELTS പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു വരുന്നവരുണ്ട്. ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് സ്കിൽസ് എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് 50% മാത്രമായിരിക്കും IELTS ബാൻഡ് സ്കോറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബാക്കി 50% വരുന്നത് IELTSന്റെ സ്ട്രാറ്റജീസും അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസിൽ നിന്നുമാണ്. ഇപ്പോൾ റൈറ്റിംഗ് മോഡ്യൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ essay റൈറ്റിംഗ്, അതിന് നിങ്ങൾക്ക് ഐഡിയാസ് വേണം. ഐഡിയാസ് ഉണ്ടായാൽ മാത്രം പോരാ, അത് സ്ട്രക്ചേർഡ് രീതിയിൽ ഡെലിവർ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ സ്പീക്കിംഗ്, ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും ആകെ 15 മിനിറ്റാണ് സ്പീക്കിംഗ് എക്സാമിനേഷന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് പറഞ്ഞിട്ട് അവിടെ പോന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിക്വയർഡ് ബാൻഡ് സ്കോർ കിട്ടിയെന്ന് വരില്ല. അതിനാവശ്യമായിട്ടുള്ള വൊക്കാബുലറി, അതിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ അത് ഫോളോ ചെയ്ത് സംസാരിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാൻഡ് സ്കോർ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ലിസണിംഗിൽ പല രീതിയിലുള്ള ആക്സെന്റ്സ് നിങ്ങൾ കേട്ടേക്കാം. ലൈക്ക് കനേഡിയൻ ആക്സെന്റ് ഉണ്ടാകും, ഓസ്ട്രേലിയൻ ഉണ്ടാകും. പക്ഷെ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കേട്ട് പരിചിതമായാൽ മാത്രമാണ് എക്സാമിന് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആൻസേഴ്സ് കാര്യങ്ങളെല്ലാം കിട്ടുകയുള്ളൂ. ഇതെല്ലാം തന്നെ ടൈം ബൗണ്ടഡ് എക്സാംസ് ആണ്. ലൈക്ക് 1 മണിക്കൂറോ അല്ലെങ്കിൽ 30 മിനിറ്റിലൊക്കെ തീർക്കേണ്ട എക്സാംസ് ആണ്. അപ്പൊ അവിടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈം ബൗണ്ടഡ് ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമാണ്, അത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടിയാൽ മാത്രമാണ് എത്ര ഇംഗ്ലീഷ് സ്കിൽസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിലും IELTS റിക്വയർഡ് ബാൻഡ് സ്കോർ കിട്ടുകയുള്ളൂ.